അവസാനം തേടിയ വള്ളി കാലിൽ ചുറ്റി. അയ്യപ്പ ഭക്ത സംഗമത്തിൽ നിരാഹാര സമരം അവസാനിപ്പിക്കാൻ BJP നേതാക്കൾ. സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ള പുനഃപരിശോധനാ ഹർജികൾ വാദം കേട്ടിട്ട് നിരാഹാര സമരം അവസാനിപ്പിക്കാമെന്ന പ്രതീക്ഷയിലായിരുന്നു BJP സംസ്ഥാന നേതൃത്വം. എന്നാൽ നേതാക്കന്മാരെ ഞെട്ടിച്ചുകൊണ്ട് പുനഃപരിശോധനാ ഹർജികൾ 22-ന് വാദം കേൾക്കില്ല എന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചു. ഇതോടെ നിരാഹാരം കിടന്ന നേതാക്കൾ പുലിവാല് പിടിക്കുകയും ചെയ്തു. സെക്രട്ടേറിയറ്റ് പടിക്കൽ BJPയുടെ നിരാഹാര സമരം തുടങ്ങിയിട്ട് മാസങ്ങൾ പിന്നിട്ടു. പലതവണ നിരാഹാര സമരം അവസാനിപ്പിക്കാൻ നേതാക്കൾ ആവേശത്തോടെ ശ്രമിച്ചെങ്കിലും അവയെല്ലാം തന്നെ പരാജയപ്പെട്ടിരുന്നു. 18-ന് നടത്താനിരുന്ന സെക്രട്ടേറിയറ്റ് വളയൽ സമരവും 22-ന് നടത്താനിരുന്ന പുനഃപരിശോധനാ ഹർജിയുമായിരുന്നു നാണംകെട്ട നിരാഹാര സമരം അവസാനിപ്പിക്കാൻ നേതാക്കളുടെ ആകെയുള്ള പ്രതീക്ഷ. എന്നാൽ അവ രണ്ടും ഇല്ലാതായതോടെ ഈ മാസം 20-ന് നടക്കുന്ന അയ്യപ്പ ഭക്ത സംഗമത്തിലേക്കാണ് BJP നേതാക്കളുടെ കണ്ണുകൾ. AN രാധാകൃഷ്ണനും പിന്നീട് CK പത്മനാഭനും ശോഭാ സുരേന്ദ്രനും നിരാഹാര സമരം ഏറ്റെടുത്ത ശേഷം BJPയിലെ മുൻനിര നേതാക്കന്മാരൊന്നും തന്നെ നിരാഹാര സമരത്തിന് നേതൃത്വം വഹിക്കാൻ വന്നില്ല. മാത്രമല്ല BJPയിലെ രണ്ടാം നിര നേതാക്കളിൽ മാത്രം സമരം ചുരുങ്ങുകയും ചെയ്തു. ഇപ്പോൾ അയ്യപ്പ ഭക്ത സംഗമത്തിൽ നിരാഹാര സമരം അവസാനിപ്പിക്കാനുള്ള തിടുക്കത്തിലും പ്രതീക്ഷയിലുമാണ് BJPയും നേതാക്കളും. യുവതീ പ്രവേശനം ആറിത്തണുത്തതോടെ ജനങ്ങൾ പോലും സമരത്തെ മറന്നു തുടങ്ങി. ഇപ്പോൾ മഹിളാ മോർച്ച സംസ്ഥാന പ്രസിഡന്റ് VT രമയാണ് നിരാഹാരമനുഷ്ഠിക്കുന്നത്. അയ്യപ്പ ഭക്ത സംഗമത്തിൽ 2 ലക്ഷം വിശ്വാസികളെ പങ്കെടുപ്പിക്കുമെന്നാണ് സംഘാടകർ പറയുന്നത്. കൂടാതെ BJP നേതാക്കൾ നിരാഹാര സമരം കിടക്കുമ്പോൾ തന്നെ യുവതികൾ ശബരിമലയിൽ കയറുകയും ചെയ്തു. യാതൊരു പ്രയോജനവുമില്ലാത്ത നാണംകെട്ട നിരാഹാര സമരം ഈ അയ്യപ്പ ഭക്ത സംഗമത്തിലെങ്കിലും അവസാനിപ്പിക്കാമെന്നുള്ള പ്രതീക്ഷയിലാണ് BJP നേതാക്കൾ.